നോവ സദോയ്. കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ പ്രതീക്ഷകളോടെ മൊറോക്കൻ സൂപ്പർ താരമായ നോവ സദോയിയെ 3 വർഷത്തെ കരാറിലാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. 1 വർഷം 3 കോടി രൂപ പ്രതിഫലം നൽകുന്ന കരാറിലാണ് അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത്. എന്നാൽ നോവ സദോയി ആയിരിക്കുമോ ലൂണയായിരിക്കുമോ ബ്ലാസ്റ്റേഴ്സ് ആദ്യ 11-ൽ ഉൾപ്പെടുത്തുക? ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇനിയുള്ള കോച്ച് ഇവാൻ വുക്കമനോവിച്ച് അല്ല, പുതിയൊരു പരിശീലകനായിരിക്കും. ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ആരാണെന്ന്. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾക്കനുസരിച്ച് ആരായിരിക്കും, ലൂണയോ നോവ സദോയിയോ? എന്നാൽ ഇപ്പോൾ പറയേണ്ടി വരിക, 2 താരങ്ങളെ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇരുവരും മികച്ച പണം ഒരേപോലുള്ള പ്രകടനമാണ് FC ഗോവയ്ക്ക് വേണ്ടി നോവ സദോയും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ലൂണയും പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കായിരിക്കും ആദ്യ 11-ൽ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുക എന്നതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച തന്നെയാണ്. എന്തായാലും നോവ സദോയി എനിക്ക് തോന്നുന്നു മിക്കവാറും അദ്ദേഹത്തെ സ്ട്രൈക്കിങ്ങിൽ കളിപ്പിക്കാനാണ് ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ താല്പര്യം കാണിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ലൂണയെ മിഡിൽ ഇറക്കിക്കൊണ്ടുള്ള ഒരു ലൈനപ്പായിരിക്കും ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ ഉപയോഗിക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ലൂണയും അതുപോലെ തന്നെ നോവ സദോയും ഒരുമിച്ച് കളിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് അടുത്ത സീസണിൽ കാണാനായിട്ട് സാധിക്കുക എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കൂടാതെ ദിമിത്രിയോസും ഉണ്ടെങ്കിൽ ദിമിയും നോവ സദോയും സ്ട്രൈക്കിങ്ങിൽ നോക്കുമ്പോൾ മിഡിൽ അവിടെ ലൂണ അടക്കമുള്ള വിപിൻ മോഹൻ അടക്കമുള്ള താരങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു ടീം തന്നെയായിരിക്കും അടുത്ത സീസണിൽ നമുക്ക് പറയേണ്ടി വരും. കേരള ബ്ലാസ്റ്റേഴ്സ് ഇനി സെറ്റാക്കേണ്ടത് ഡിഫൻസ് മാത്രമാണ്. മിഡും അതുപോലെ തന്നെ സ്ട്രൈക്കിങ്ങും ഏകദേശം ശക്തമാണ്. ദിമിയെയും കൂടെ നിലനിർത്താൻ സാധിച്ചാൽ മുന്നേറ്റ നിര അതിശക്തം തന്നെയാകും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റേത്. അതുപോലെ തന്നെ അടുത്ത സീസണിൽ നമുക്ക് എന്തായാലും ഒരു ഗോളടിച്ച് കൂട്ടുന്ന ബ്ലാസ്റ്റേഴ്സിനെ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മളിപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും നോവ സദോയും ലൂണയും ഒരുമിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു ടീമാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്.